അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളെ അവസാനത്തെ 8 മാർക്കിന് ഓപ്ഷൻ ഇട്ടിട്ടാണ് വരല്. ഒന്നുകിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരും, അതല്ലെങ്കിൽ നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ 3 സാധനമാണ് വരല്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഇൻട്രോ അത് മാത്രം നല്ല കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ എന്താവുന്നു, ഇത് പെട്ടെന്ന് നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നോ അതല്ലെങ്കിൽ ബാങ്ക് കോളം ക്യാഷ് ബുക്ക് എന്നോ എന്നൊക്കെ പറഞ്ഞാൽ ഒരേ സാധനം തന്നെയാണ്. നോക്കുക, അത് ഇതിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ ഡേറ്റ് എന്താണെന്നില്ല ഞാൻ ഇവിടെ എടുക്കുന്നില്ലല്ലോ. ഡേറ്റ് നിങ്ങൾ എന്താക്കുക, സെറ്റാക്കുക. അതല്ലെങ്കിൽ ഡേറ്റ് കൂടെ കൂട്ടി വരയ്ക്കാം. ഡേറ്റ് പർട്ടിക്കുലർ ക്യാഷ് ബാങ്ക്, ഡേറ്റ് പർട്ടിക്കുലർ ക്യാഷ് ബാങ്ക്. ഓക്കെ, ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞത്, ഇത് റിസീപ്റ്റ് സൈഡാണ്. ഓക്കെ, ഈ ഭാഗത്താണ് നമ്മളെ റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങോട്ട് വരുന്നത്. ഈ ഭാഗത്ത് പേയ്മെൻറ്റ്, നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത്. അത് നമ്മളെ കയ്യിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ ക്യാഷിൽ രേഖപ്പെടുത്തും. ഇനി അതല്ല ബാങ്കിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്താവുന്നു, അത് ബാങ്കിൽ രേഖപ്പെടുത്തും. ഇനി നമ്മളെ ബാങ്കിലേക്കാണ് ക്യാഷ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തും. കയ്യിലേക്കാണ് ക്യാഷ് വരുന്നതെങ്കിൽ എന്താവുന്നു, നമ്മൾ ഇവിടെ രേഖപ്പെടുത്തും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി ഇതിൽ സാധാരണഗതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നല്ല രൂപത്തിൽ ഉണ്ടാക്കണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. കോൺട്രാ എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കിനെയും അതിൻ്റെ കോൺട്രാ എൻട്രിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞത്, അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ബാങ്ക്, മറുഭാഗത്ത് ഒന്നുണ്ടാവും ക്യാഷ് ഉണ്ടാവും. ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്, അതല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, കോൺട്രാ എൻട്രി എന്ന് പറയാം. ഒരു ഭാഗത്ത് ബാങ്കും ഒരു ഭാഗത്ത് ക്യാഷും. ഈ 2 ഭാഗത്തിനെയും, അതായത് പേയ്മെൻറ്റ് സൈഡിനെയും റിസിപ്റ്റ് സൈഡിനെയും എന്താവും, അത് ടച്ച് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് കോൺട്രാ എൻട്രി. അപ്പോൾ കോൺട്രാ എൻട്രിയുമായി ബന്ധപ്പെട്ട നമ്മളൊരു 2-3 വിഷയങ്ങൾ പറയാം. കോൺട്രാ എൻട്രി വരുന്നത് ഒന്ന് ഉദാഹരണത്തിന് നമ്മൾ പറയാണ്, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഇവിടെ നോക്ക്, നമ്മൾ ബാങ്കിലേക്ക് പണം നിക്ഷേപിച്ചു എന്നല്ലേ പറഞ്ഞത്. ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള ക്യാഷ് കുറയും, ബാങ്കിലുള്ള അസറ്റ് കൂടും. അപ്പോൾ കൂടിയ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു, നമ്മൾ കൈമുന്നുള്ള അസറ്റ് കുറഞ്ഞതാണ്, അപ്പോൾ നമ്മൾ എന്താക്കും, അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കോൺട്രാ എൻട്രിയുടെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കുക. നമ്മൾ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞു. ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു 3-4 ടൈപ്പ് സാധനങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് എന്താക്കണം, മനസ്സിലാക്കി വെക്കണം. ഒന്ന് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, രണ്ടാമത്തത് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ബിസിനസ് യൂസ്. ഓക്കെ, മൂന്നാമത്തെ കേട്ടോ. ഒന്നാമത്തത് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, രണ്ടാമത് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, മൂന്നാമത്തത് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് യൂസ്. ഇത് ഒരു സെറ്റാണ്. ഇനി 4ാമത്തെ രൂപം നോക്കുക, ക്യാഷ് വിഡ്രോ എന്ന് മാത്രം പറഞ്ഞു, ബാങ്കിൽ നിന്ന് പറഞ്ഞില്ലല്ലോ. ഓക്കെ, പിന്നെ 5ാമത്തെ രൂപം cash withdraw
ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. ഫോർ ഡൊമസ്റ്റിക് യൂസ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണ്, രണ്ടിൻ്റെ ജേണൽ എൻട്രി എഴുതി നോക്കിയാൽ തന്നെ എന്താവുന്ന വിഷയം മനസ്സിലാവും. ബിസിനസ്സിൻ്റെ പുറത്തോട്ട് ക്യാഷ് പോവുകയാണെങ്കിൽ, ബിസിനസ്സിൻ്റെ ആവശ്യത്തിനല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി ക്യാഷ് പോവുകയാണെങ്കിൽ, അത് ബാങ്കിൽ നിന്ന് പോവുകയാണെങ്കിലും ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിലും അതിന് നമ്മൾ ഡ്രോയിങ്സ് എന്നാണ് പറയാം. ബിസിനസ്സിൻ്റെ പുറത്തോട്ട് ക്യാഷ് പോവുകയാണെങ്കിൽ അത് ഡ്രോയിങ്സ് ആണ്. ഇനി പുറത്തോട്ട് പോകുന്നില്ല, ബാങ്കിൽ നിന്ന് എന്താവുകയാണ്, നമ്മൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് നമ്മൾ എടുക്കുക, എന്നിട്ട് അത് ക്യാഷ് എങ്ങോട്ടാണ് വരുന്നത്, ബിസിനസ്സിലേക്കാണ് ക്യാഷ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്തല്ല, ഡ്രോയിങ്സ് അല്ല. ക്ലിയർ ആണോ? ഇവിടെയാണ് പല ആളുകൾക്കും എന്താക്കുന്നത് മിസ്റ്റേക്ക് പറ്റുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഓഫീസ് യൂസ് ആണോ പേഴ്സണൽ യൂസ് ആണോ എന്നെന്താണ് ശരിക്കും മനസ്സിലാക്കാം. ഓഫീസ് യൂസ് എന്ന് പറഞ്ഞാലും ബിസിനസ് യൂസ് എന്ന് പറഞ്ഞാലും ഇനി ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് മൂന്നും എന്താണ്, കോൺട്രാ എൻട്രി ആണ്. ഇത് മൂന്നും കോൺട്രാ എൻട്രി ആണ്. ഇങ്ങനെ പറഞ്ഞാൽ ക്യാഷ് വിഡ്രോ എന്ന് മാത്രം പറഞ്ഞു, പിന്നെ അതല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തു എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ പ്രൈവറ്റ് യൂസിന് വേണ്ടി എടുത്തു എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും എന്താണ്, ഡ്രോയിങ്സ് ആണ്. രണ്ടും തമ്മിൽ രണ്ട് മാറ്റമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മളിതിൻ്റെ ജേണൽ എൻട്രി ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഒന്നുകൂടെ എന്താ വ്യക്തമാവും. ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് പൈസ എടുത്തു എന്നാണ് പറഞ്ഞത്. ബാങ്കിൽ നിന്ന് പൈസ എടുത്തു എങ്ങോട്ട്, ബിസിനസ്സിലേക്കാണ് എടുത്തത്. നമ്മൾ നിരുപാധികം ഇങ്ങനെ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞില്ല, ഓഫീസ് യൂസ് എന്ന് പറഞ്ഞില്ല. പക്ഷേ ബാങ്കിൽ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞു. ബാങ്ക് ഇവിടെ നോക്കിയിട്ട് ഇവിടെ ബാങ്കില്ല, ഇവിടെ ബാങ്ക് ഉണ്ട്. ബാങ്കിൽ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞു. എന്തിനെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരിക നോക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നാണ് വരിക. ബാങ്കിൽ നിന്നുള്ള പൈസ കുറഞ്ഞു, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൂടി, അതുകൊണ്ട് എന്താക്കി അതിനെ ഡെബിറ്റും ചെയ്തു. ഇതിൻ്റെ ജേണൽ എൻട്രി അങ്ങനെ തന്നെ വരാം. ഓഫീസ് യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കിലുള്ള പൈസ കുറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൂടി, അപ്പോൾ കൂടി അസറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക്. ഇനി ബിസിനസ് യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അപ്പോൾ ഇതിൻ്റെ നോക്ക്, ഒരു ഭാഗം ക്യാഷ്, മറ്റേ ഭാഗം എന്താണ്, ബാങ്കുമാണ്. ഇത് എന്താണ്, കോൺട്രാ എൻട്രി ആണ്. ക്ലിയർ ആണോ? എന്നാൽ ഇത് നോക്കുക, ഇതങ്ങനെയല്ല. പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത്രയും പൈസ ബിസിനസ്സിൽ നിന്ന് പുറത്തു പോയി. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരിക, ഒരാൾ ക്യാഷോ സാധനം എടുത്താൽ അതിൻ്റെ ജേണൽ എൻട്രി വരിക ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്കിൽ നിന്നാണെങ്കിൽ ടു ബാങ്ക്. ഓക്കെ, ഇനി അതല്ല, ക്യാഷ് ഇത്ര മാത്രമേ ഉള്ളൂ, ക്യാഷ് വിഡ്രോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെയെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ്. കാരണം ഇതിൻ്റെ ഒരു ഭാഗം ഡ്രോയിങ്സ് ആണ്, അതുകൊണ്ട് എന്തല്ല, അത് കോൺട്രാ എൻട്രി അല്ല. ക്ലിയർ ആണോ? ഇതാണ് മനസ്സിലാക്കാനുള്ള, ഇതാണ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഭവം. കോൺട്രാ എൻട്രി ഏത്, കോൺട്രാ എൻട്രി അല്ലാത്തത് ഏത്. ഓക്കെ, ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു സംഭവം, ഈ ബാങ്ക് ചാർജ് ഡെബിറ്റ്, ബാങ്ക് ചാർജ് ഡെബിറ്റ്, അതുപോലെ തന്നെ എന്താ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ്. ബാങ്ക് ചാർജ് ഡെബിറ്റ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഭവമാണ്. ബാങ്ക് ചാർജ് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താ, ബാങ്കുകാർ നമ്മളെ ചാർജ് എടുത്തു എന്നാണ്. ഈ ചാർജ് എടുക്കുന്ന സമയത്ത് ഈ ചാർജ് എവിടെ നിന്ന് എടുക്കുക, ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആരും എടുക്കുകയാണ് ചെയ്യുക, ബാങ്കുകാർ എന്നൊക്കെ എടുക്കുകയാണ് ചെയ്യുക, അല്ലാതെ നമ്മൾ കൈമ ക്യാഷ് വാങ്ങുകയല്ലേ ചെയ്യുക. അപ്പോൾ ഈ പൈസകൾ ബാങ്ക് ചാർജ് ഡെബിറ്റ് എന്ന് പറഞ്ഞു ആണല്ലോ, ബാങ്ക് ചാർജ് അവരെടുക്കുക, അപ്പോൾ നമ്മൾ കൈമ പൈസ പോകാൻ, ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് പേയ്മെൻറ്റ് സൈഡിലാണ് ഉണ്ടാവുക. പേയ്മെൻറ്റ് സൈഡിൽ ബാങ്കിലാണ് അത് ഉണ്ടാക്കുക, രേഖപ്പെടുത്തുക. മനസ്സിലായല്ലോ? അത് നമ്മൾ ക്യാഷ് കൈമെന്നല്ല പോവുക, നമ്മൾ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവർ പിടിക്കുകയാണ് ചെയ്യുക. അതാണ് മനസ്സിലാക്കി വെക്കണം. ഇനി ഇതാ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞ വരുമാനമാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്തായി, നമ്മൾ ഇൻട്രസ്റ്റ് പലിശ അവരിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സംഭവം നോക്ക്, ഇത് നമ്മളെ കയ്യിലേക്ക് അവർ കൊണ്ടുതരികയാണ് ചെയ്യുക, അതല്ല, പിന്നെ അവരുടെയാണ് നമ്മൾ നേരെ നമ്മളെ ബാങ്കിലേക്ക് അത് ഇടുകയാണ് ചെയ്യുക. അപ്പം റെസിപ്റ്റ് ഭാഗത്ത് ബാങ്കിൽ എന്താക്കണം, അത് രേഖപ്പെടുത്തണം. ഇതാ റെസിപ്റ്റ് ഭാഗത്ത് ഇവിടെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തുക. നമ്മളെ പിന്നെ ബാങ്ക് ചാർജ് അവർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് രേഖപ്പെടുത്തുക. ക്ലിയർ ആണോ? ഇനി ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഭവം, അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡബിൾ കോളം ക്യാഷ് സിമ്പിളാണ്. അതെന്താണെന്ന് വെച്ചാൽ ചെക്കുമായി ബന്ധപ്പെട്ട കേസാണ്. ചെക്കുമായി ബന്ധപ്പെട്ട കേസ്, രണ്ട് രൂപത്തിലുള്ള ചെക്ക് ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിൽ ഒന്നാമത്തെ കേസ് ഒരു പ്രശ്നമില്ലാത്തൊരു കേസാണ്. അതായത് നമുക്കൊരാൾ ചെക്ക് തന്നു, അപ്പോൾ 11-ാം തീയതി ചെക്ക് തന്നു, ചെക്ക് റിസീവ്ഡ് ആൻഡ് ഡെപ്പോസിറ്റഡ്
ഇങ്ങനെ പറഞ്ഞു. 11-ാം തീയതിയാണ് നമുക്ക് അയാൾ നമുക്ക് ചെക്ക് തന്നത്. അതേ ദിവസം തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പറഞ്ഞു. അതേ ദിവസം തന്നെ, അവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരാൾ ചെക്ക് കിട്ടി നമ്മൾ അതേ ദിവസം തന്നെ ബാങ്കിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, നേരെ എന്താക്കിയാൽ മതി, റിസിപ്റ്റ് സൈഡിൽ ബാങ്കിൻ്റെ കോളത്തിൽ എന്താക്കിയാൽ മതി, അയാളെ പേരങ്ങ് വെച്ചാൽ മതി. ഓക്കെ, മനോജിൻ്റെ ചെക്ക് കിട്ടിയെന്ന് എന്താക്കി നേരെ രേഖപ്പെടുത്തിയാൽ മതി. കിട്ടുന്ന അതേ ദിവസം തന്നെ നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഇതാണ് കുറച്ച് ടഫുള്ളത്. 12-ാം തീയതി ചെക്ക് റിസീവ്ഡ്, 12 ചെക്ക് റിസീവ്ഡ്, 14 നമ്മളെന്താക്കി ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. 12-ാം തീയതി നമുക്ക് ചെക്ക് കിട്ടി, 14-ാം തീയതി നമ്മൾ ചെക്ക് എന്താക്കി ഡെപ്പോസിറ്റ് ചെയ്യും. ഇവിടെ നോക്കുക, രണ്ട് ഡേറ്റിനാണ്. ഓക്കെ, രണ്ട് ഡേറ്റിനാണ് എന്താവുന്നത്, സംഭവങ്ങൾ നടക്കുന്നത്. കിട്ടിയ അതേ ദിവസം തന്നെ എന്താക്കുന്നില്ല, നമ്മൾ അത് രേഖപ്പെടുത്തുന്നില്ല. പിന്നെ കിട്ടിയ അതേ ദിവസം നമ്മൾ ബാങ്കിൽ കൊണ്ടുവരുന്നില്ല. പക്ഷെ കിട്ടിയ ദിവസം നമ്മൾ രേഖപ്പെടുത്തണം, മറ്റേ ദിവസം എന്താക്കണം, നമ്മൾ രേഖപ്പെടുത്തണം. ആദ്യം തന്നെ മനസ്സിലാക്കുക, ചെക്ക് കിട്ടിയ ദിവസം വേറെയാണ്, ഡെപ്പോസിറ്റ് ചെയ്ത ദിവസം വേറെയാണെങ്കിൽ 3 സ്ഥലത്ത് രേഖപ്പെടുത്തണം എന്നാണ് ആദ്യം ഓർമ്മ ഉണ്ടാവുക. 3 സ്ഥലത്ത് എന്താക്കണം, അത് രേഖപ്പെടുത്തണം. ഇത് ഒറ്റ സ്ഥലത്ത് രേഖപ്പെടുത്തിയാൽ മതി. ഒരേ ദിവസം തന്നെയാണ് കിട്ടുന്നത്, അതേ ദിവസം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം എന്താക്കിയാൽ മതി, രേഖപ്പെടുത്താൽ മതി. എന്നാൽ ഇതെന്താവാണ്ട് 3 സ്ഥലത്ത് എന്താവാണ്ട് രേഖപ്പെടുത്താണ്ട്, അത് പ്രത്യേകം എന്താക്കാൻ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ആ 3 സ്ഥലം ഏതാണെന്ന് എന്താക്കിയാൽ മതി, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ 3 സ്ഥലം ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ചെക്ക് കിട്ടിയ ദിവസം നമ്മൾ എന്താവുന്നു, ഇവിടെ സിറാജ് നമുക്ക് ചെക്ക് തന്നു. സിറാജ് നമുക്ക് ചെക്ക് തന്നു. അപ്പോൾ റിസിപ്റ്റ് സൈഡിലാണ് വേണ്ടത്. പക്ഷെ ബാങ്കിലേക്കാണോ ആ ദിവസം ചെക്ക് കിട്ടിയത്? അല്ല, നമ്മുടെ കയ്യിലേക്കാണ്. അതുകൊണ്ട് നമ്മൾ ക്യാഷിലാണ് അത് രേഖപ്പെടുത്തുക. ഒരു ഭാഗം രേഖപ്പെടുത്തി. ഓക്കെ, അന്നത്തെ ദിവസം കഴിഞ്ഞു. കാരണം നമുക്ക് കണക്ക് എന്തായാലും അടയാളപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് ബാങ്കിലേക്ക് എത്തിയിട്ടില്ല, നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് എന്താക്കി നമ്മൾ രേഖപ്പെടുത്തി. ശരിക്കും ഇത് ക്യാഷാണോ? അല്ല. ഇത് ശരിക്കും എവിടെ എത്തണം? ബാങ്കിലേക്കാണ് ഈ സാധനം എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം, ഈ സാധനം ഇനി ബാങ്കിലേക്ക് എത്തിക്കൽ എങ്ങനെയാണ് നോക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ദിവസം, ആ ഡേറ്റിൽ, ഇവിടെ നമ്മൾ ഇത് 12-ആണ്, ഇനി 14-നാണ് നമ്മൾ ഈ സാധനം എന്താകുന്നത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഈ 14-ാം തീയതി ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായി, ആ പൈസ ബാങ്കിലേക്ക് എത്തി. ഓക്കെ, പക്ഷെ ഇവിടെ എന്തുണ്ട്, ഇത്രയും പൈസ ക്യാഷ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ട്. കയ്യിൽ എന്തുണ്ട്, ഇത്ര പൈസ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അത് ബാങ്കിലേക്ക് എത്തിയില്ലേ, ഈ കയ്യിൽ ഇനി അത്രയും ക്യാഷ് ഉണ്ടോ? ഇല്ല. അപ്പം എന്താക്കണം, ഇതിനെ നമുക്ക് പോക്കണം. ഇതിന് പോക്കാൻ നിങ്ങൾ എന്തുമാത്രം ചെയ്താൽ മതിയെന്നോ, പേയ്മെൻറ്റ് ഇപ്പോൾ റിസീപ്റ്റ് സൈഡിൽ 10,000 കിട്ടിയെന്ന് പറയും, 10,000 കിട്ടിയെന്ന് പറയും. ഈ 10,000 പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ എന്തായി, 2 സൈഡും തുല്യമായില്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്താൽ മതിയെന്നോ, ഈ 14-ാം ഡേറ്റിൽ പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷിൽ എന്താക്കി അതേ എമൗണ്ട് ചേർത്ത് കൊടുത്താൽ, ഇപ്പം 10,000 കിട്ടിയെന്ന് പറഞ്ഞ് 10,000 പോയി എന്ന് പറഞ്ഞു, അപ്പോൾ 0 ആയില്ലേ. ഓക്കെ, ബാങ്കിലേക്ക് ആ പൈസ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുക, 12-ാം തീയതി ഒന്ന് രേഖപ്പെടുത്തി, 14-ാം തീയതി ഒന്ന് രേഖപ്പെടുത്തി, 14-ാം തീയതി തന്നെ അവിടെ രേഖപ്പെടുത്തി. 3 സ്ഥലത്ത് നമ്മൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ എന്താക്കണമെന്നോ, ഈ സാധനത്തിൽ നമ്മൾ കോൺട്രാ എൻട്രി എന്താക്കണം, അടയാളപ്പെടുത്തണം. 14-ാം തീയതി നമ്മൾ എന്താക്കണമെന്നോ, കോൺട്രാ എൻട്രി അടയാളപ്പെടുത്തണം. ഓക്കെ, ഇത്രയാണ് ഈ ചെക്ക് ഒരു ദിവസം കിട്ടി വേറൊരു ദിവസം ഡെപ്പോസിറ്റ് ചെയ്താലുള്ള കേസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പോൾ ഈ കോൺട്രാ എൻട്രി വരുന്ന സമയത്ത് ഇവിടെ എന്താ എഴുതേണ്ടത്, ബാങ്കിൽ നിന്നാണ് എഴുതേണ്ടത്, ക്യാഷിൽ നിന്നാണ് എഴുതേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബാങ്കിലേക്ക് നമ്മൾ പൈസ ഇട്ടു എന്ന് പറഞ്ഞു, ബാങ്കിലേക്ക് പൈസ ഇട്ടു. അപ്പോൾ പൈസ പോകുന്നിടന്നാണ്, നമ്മളെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുന്നു, ഇവിടെ രേഖപ്പെടുത്തും. പൈസ പോയാൽ കയ്യിൽ നിന്ന് പൈസ പോയി, എത്തിയത് എവിടെയാണ്, ബാങ്കിലേക്ക് എന്തായി പൈസ എത്തി, നമ്മളിവിടെ രേഖപ്പെടുത്തി. ഇനി ഇവിടെ എന്താണ് എഴുതേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, പേയ്മെൻറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ചോദിക്കും പൈസ എങ്ങോട്ടാണ് പോയത്, ബാങ്കിലേക്ക്. ഓക്കെ, എന്നാൽ റിസീപ്റ്റ് സൈഡിൽ നമ്മൾ ചോദിക്കും പൈസ എവിടെ നിന്നാണ് വന്നത്, ക്യാഷിൽ നിന്നാണ് വന്നത്, ക്യാഷിൽ നിന്ന് വന്നു ബാങ്കിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ ചോദിക്കേണ്ടത് എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. റിസിപ്റ്റ് സൈഡിൽ നമ്മൾ ചോദിക്കേണ്ടത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട അവിടെ ആവശ്യമില്ല.
ഓക്കെ, ഇതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. സാധാരണഗതിയിൽ ഓപ്ഷനിൽ വരുന്നതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അതല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്. ഒന്നുകൂടെ ചെയ്യാൻ സുഖവും എളുപ്പം ഏതാണ്? ഡബിൾ കോളം ക്യാഷ് ബുക്കാണ്. ഓക്കെ, ടാലി ആവേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് 4-5 പോയിന്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് കൂളായിട്ട് എന്താക്കാൻ പറ്റും? ഈ 8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി എന്താവാണ്? നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുക. ഓക്കെ, ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. Tahir.